ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിന് മൊത്തത്തിൽ പിടിച്ചു കുലുക്കിയിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് ചാനൽ ലോഞ്ച് ആയിരുന്നു ബിഗ് ടി വിയുടേത്. നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്ന റിപ്പോർട്ടറിനെയും 24 ഒക്കെ ഉണ്ടായിരുന്ന വർക്ക് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ അടിപൊളി മീഡിയ പേഴ്സൺസിനെയും വലിയ വില കൊടുത്തിട്ടാണ് ബിഗ് ടി വി തൂക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ മെയിൻ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് സുജ പാർവതിയാണ്. 10 ലക്ഷം രൂപയാണ് പുള്ളിക്കാരിക്ക് പെർ മന്ത് പറഞ്ഞിട്ടാണ് സുജയനെ റിപ്പോർട്ടറിൽ നിന്ന് നേരെ ബിഗ് ടി വിയിലേക്ക് എടുത്തെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്സ്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഇതായിട്ട് ആകാംക്ഷയോടുകൂടി നോക്കിക്കൊണ്ടിരുന്ന ഒന്നാണ് ബിഗ് ടി വി എന്ന് ലോഞ്ച് ചെയ്യും, അതേപോലെ ബിഗ് ടി വിയുടെ പ്രക്ഷേപണം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ബിഗ് ടി വി ലോഞ്ച് ചെയ്തു. ബിഗ് ടി വി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ശോകമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ആക്ച്വലി ട്രോൾ മെറ്റീരിയൽ ആയിട്ട് ബിഗ് ടി വി എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനൽ മാറുന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുജ പാർവതിയുടെ മേക്കപ്പ് ആണ് ഗൈസ്. സുജ പാർവതി ബിഗ് ടി വിയിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്ന ഒരു പരിപാടിയിൽ പുള്ളിക്കാരിയുടെ മേക്കപ്പ് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. അപ്പോൾ ആ മേക്കപ്പിനെ ചൊല്ലിയിട്ടാണ് ഇപ്പോൾ സുജ പാർവതി എയറിൽ പോയിരിക്കുന്നത്. എയറിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹിരാകാശവും കിടന്ന് അതിൻ്റെ അപ്പുറമായിട്ട് എത്തിയിട്ടുണ്ട്. കാര്യം അതുപോലെ ആൾക്കാരെ ഏറെ കയറ്റി വിട്ടിട്ടുണ്ട്. റിപ്പോർട്ടറിലും അതേപോലെയുള്ള ചാനലുകളിലും പുള്ളിക്കാരിനെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. സുജ പാർവതി ബിഗ് ടി വിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരുമാതിരിയായി. ഇതാണോ ലുക്ക്, ഇതാണല്ലേ ഒറിജിനല്, ബസന്തിയായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ ട്രോളുകൾ ഉണ്ടാക്കി വിടുന്നത്. അപ്പം ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ വെക്കാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ പരിഹരിക്കും. എൻ്റെ മേക്കപ്പിൻ്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എൻ്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിലും ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മളതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. അപ്പോൾ എന്നെ കളിയൊക്കെ നോക്കിയിട്ട് എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞ് എന്നെ എലിന്ന് വരെ വിളിച്ചു. അതൊന്നും കാര്യമില്ല. നമ്മൾ എന്തായിട്ടാ ആ വീഡിയോയിൽ കമന്റ് ഇട്ടവരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ആക്ച്വലി നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഒരാൾ വെളുത്തിരിക്കുന്നതും കറുത്തിരിക്കുന്നതും നിങ്ങളെ ബാധിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ അവിടെ ആ ന്യൂസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ന്യൂസ് ചാനൽ എന്തിനാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങൾക്കൊരു ന്യൂസ് അറിയാൻ വേണ്ടിയിട്ടല്ലേ. അതിനകത്ത് സുജയ പറയുന്നത് ഞാൻ എങ്ങനെയാണ് വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ എന്ന് പറയുന്നില്ലേ. അതിൽ തന്നെ ഉണ്ട് എന്താ നമുക്ക് വേണ്ടത്, എന്താണ് ന്യൂസ്. ആ ന്യൂസിൽ എത്രത്തോളം എന്താ സത്യസന്ധമായിട്ടുള്ള ന്യൂസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട്, അതാണ് നമുക്കറിയേണ്ടത്. അതല്ലാതെ ന്യൂസ് റിപ്പോർട്ടറോ ന്യൂസ് വായിക്കുന്ന അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന എഡിറ്ററോ അവരെങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. അവരുടെ അറ്റയറും അവരുടെ ഇതും കാണാനല്ല നമ്മൾ ന്യൂസ് കാണുന്നത്. നമ്മൾ ന്യൂസ് കാണുന്നത് നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? നമുക്ക് നോളജ് കിട്ടാൻ, അല്ലെങ്കിൽ പുറത്ത് നടക്കുന്ന നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു അറ്റയറും കാര്യങ്ങളും ഒക്കെ കാണാനാണ് നിങ്ങൾക്ക് വല്ല ലൈഫ് സ്റ്റൈൽ വ്ളോഗോ അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗോ കണ്ടാൽ പോരെ. എന്തിനാണ് വെറുതെ പോയി ന്യൂസ് ചാനൽ കാണുന്നത്? അതങ്ങനെ പറയുന്നതേ റോങ് ആണ്. പിന്നെ ഒരു റിപ്പോർട്ടർ എന്നുള്ള രീതിക്ക് പുള്ളിക്കാരി അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത പ്രാവശ്യം അതെൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് പറ്റിയ അബദ്ധമാണ് എന്നൊന്നും പറഞ്ഞ് അതിന് ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാര്യം പുള്ളിക്കാരി പറഞ്ഞു ഇത് ഞാൻ ഇങ്ങനെയാണ്, വൈ നോട്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ മതിയായിരുന്നു. പുള്ളിക്കാരി പിന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിക്ക് അത് പറഞ്ഞു വിട്ടതായിരിക്കാം. നമുക്കത് വിട്ടേക്കാം. ഇതൊന്നല്ല ഇപ്പോൾ പുറത്ത് വരുന്നത് വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു സാധനം, ഇത് ഇവർ ഇൻറ്റൻഷ്യലി ചെയ്തതാണെങ്കിലോ. അതായത് ബിഗ് ടി വിയുടെ ലോഞ്ചിങ് അധികം ആൾക്കാർ അവർ എക്സ്പെക്ട് ചെയ്ത പോലെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന പോലെ ഇവർ മേക്കപ്പ് മാറ്റി ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഇവരിത് എല്ലാവരിലേക്കും എത്തിച്ചതാണെങ്കിലും, ഇതിപ്പോൾ ട്രോളിലൂടെ കൂടി കേരളത്തിൽ ആരും ബിഗ് ടി വി എന്ന് പറയുന്നൊരു ടി വി അറിയാത്തവരാരും ഇല്ല. കാര്യം അതുപോലെ ട്രോള് വന്നു, അതുപോലെ വൈറലുമായി സുജയുടെ ഈ മേക്കപ്പ്. അപ്പം അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ സൊസൈറ്റി ഇപ്പം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നെഗറ്റീവിൽ നിന്നും റീച്ച് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ, ബിഗ് ടി വിന്റെ ലോഞ്ചിങ് സമയത്ത് സുജയ എം ഡിനെ അഡ്രസ്സ് ചെയ്യുന്നത് ആക്ച്വലി ഇത് പുള്ളി ബാഹുബലിയാണ് മലയാളത്തിന്റെ, അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ടറിന്റെ ബാഹുബലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐരു എന്ന് പറയുന്ന ലക്ഷ്മി പത്മയുടെ വാക്കുകൾ കടമെടുത്താൽ ന്യൂസ് ചാനലുകളിലെ രാജമൗലി ആവശ്യപ്പെട്ടതുപോലെ ആ സിനിമയിൽ ആ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ എന്റെ റോൾ നിർവഹിച്ചു. അതുപോലെ ബിഗ് ടിവിയിൽ രാജമൗലിയുടെ അടുത്ത പടമാണ് അതും ഒരു ബിഗ് ബജറ്റ് പടമാണ്. തെലങ്കാനയിൽ നിന്നുള്ള പ്രൊഡ്യൂസറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ബിഗ് ബജറ്റ് ചിത്രത്തിൽ എന്റെ പെർഫോമൻസ് മാസമായിരിക്കും, മാസം ചെയ്തത്. ആക്ച്വലി ഈ ബാഹുബലി ലോഞ്ച് ചെയ്ത ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ നിലവിൽ കേരളത്തിലുള്ള ന്യൂസ് ചാനൽസിനേലും ഒരു 10 വർഷം പിന്നിലാണ് എന്ന് എനിക്ക് തോന്നി. കാര്യം അതിൻ്റെ വിഷ്വൽ ക്ലാരിറ്റി ആണെങ്കിലും
അവരുടെ സ്റ്റുഡിയോ ആണെങ്കിലും ഒക്കെ നമുക്ക് നമ്മൾ വിചാരിച്ചത്ര ഹൈപ്പിനുള്ള സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാര്യം ഇത് കണ്ട സമയത്ത് ഫസ്റ്റ് എനിക്ക് തോന്നിയത്, എടാ റിപ്പോർട്ടർ ടിവിന്റെ എംബ്ലം മാറ്റിയിട്ട് ബിഗ് ടിവിന്റെ എംബ്ലം വെച്ചോ എന്നേ എനിക്ക് തോന്നിയുള്ളൂ.